ഹായ്, മേക്രോണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ്സുകാർക്ക് ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീസെൻ്റായിട്ട് കോഴിക്കോട് നടന്ന ഒരു ബിസിനസ് മീറ്റിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അവിടെ നടന്ന വ്യക്തിയുടെ പേരോ ആ പ്രോഗ്രാമിൻ്റെ കാര്യമൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലത്തെ പ്രോഗ്രാംസിൻ്റെ ആവശ്യം ബിസിനസ്സുകാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്ക് എന്ത് ബെനിഫിറ്റാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? ഇതുപോലൊരു മോട്ടിവേഷൻ പ്രോഗ്രാം കേൾക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ബിസിനസ്സിൽ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം എനിക്കൊരു സംശയമായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ അവിടെ ഒരുപാട് പലതരത്തിലുള്ള ബിസിനസ്സുകാർ വരും. അപ്പോൾ അവരായിട്ടൊന്ന് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാന്നുള്ള ഒരു രീതിക്കായിരിക്കും ഒരുപാട് ബിസിനസ്സുകാർ പോകുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇങ്ങനത്തെ പ്രോഗ്രാംസിന് ഭയങ്കര എമൗണ്ട് ഓഫ് ആൾക്കാരായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അതും ഈ ഒരു പ്രോഗ്രാമിന് ഭയങ്കര എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഒരു കുറച്ച് സമയത്തേക്കായിരിക്കും ഈ പ്രോഗ്രാം വരുന്നത്. ഒരു 2 or 3 hours ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും ബിസിനസ്സുകാർക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മെയിനായിട്ടും ഇങ്ങനത്തെ പ്രോഗ്രാമിന് മോട്ടിവേഷൻ സ്പീച്ച് പറയുന്ന ആൾക്കാർ എന്നല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അവർ ഇങ്ങനെ ഈ ഒരു 2 മണിക്കൂർ സെക്ഷനിലൂടെ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും ഈ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നത്? കാര്യം ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. അവരുടെ സെയിൽസ് പിച്ചും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും വരുന്നത്. എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും അവരുടെ ബിസിനസ്. എല്ലാവരുടെ ബിസിനസ്സിലും ഒരേ പാറ്റേണിലല്ലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേണിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് വന്നിരുന്ന് അവർ ഈ ഒരു 2 or 3 hours ഈ ഒരു സെക്ഷൻ കേൾക്കുന്നതിലൂടെ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാം നടത്തണവർക്കും സ്പീച്ച് നടത്തണ ആൾക്കും ഭയങ്കര ഒരു എമൗണ്ട് കിട്ടുമെന്നല്ലാതെ ഇത് കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മൈൻഡിൽ ഇങ്ങനെ ചെയ്താൽ അതാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ടൈമിലേക്ക് ഒരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കയറുമെന്നല്ലാതെ പിന്നീട് ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നില്ല ഇതിൽ നിന്ന് ലഭിക്കുമെന്ന്. അല്ല, നിങ്ങൾ ഇതിലൂടെ ഒരുപാട് കണക്ഷൻ ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഒരുപാട് ആളുകളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഇതുപോലെ ഒരു സ്പീച്ച് നടത്തുന്നതിലൂടെ എനിക്ക് തോന്നുന്നില്ല ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയൊന്ന് ഷെയർ ചെയ്യാൻ വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കതൊരു ബെനിഫിറ്റായിട്ട് തോന്നുന്നില്ല ബിസിനസ്സുകാർക്ക്. ഇനി ഇതുപോലത്തെ പ്രോഗ്രാംസിന് പോയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലത്തെ പരിപാടിക്ക് പോകാത്ത ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്ര ഷെയർ ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല ബിസിനസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.